തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM-ന് വെല്ലുവിളിയായി വിമത. മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ രൂപീകരിച്ചാണ് വിമതർ ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരത്തിനിറങ്ങുന്നത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് M. സതീഷാണ് വിമത പക്ഷത്തിന് നേതൃത്വം നൽകുന്നത്. വിമതർ കൊഴിഞ്ഞാമ്പാറ ടൗണിൽ ശക്തി പ്രകടനവും നടത്തി. അതേസമയം വിമതർ ഭീഷണിയല്ലെന്നാണ് CPM ലോക്കൽ സെക്രട്ടറി അരുൺ പ്രസാദിന്റെ വാദം. ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും പുലർത്താതെ തോന്നിയതുപോലെ പാർട്ടി സംഘടന കൈകാര്യം ചെയ്യുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിനും CPIM-ന്റെ ഭാഗമായിട്ടുമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ഒരു പരാതി 148 പാർട്ടി അംഗങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും പാർട്ടി ജനറൽ സെക്രട്ടറിക്കും കൊടുത്ത പരാതി പച്ച നോണ, കല്ലുവച്ച നോണ പറഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറി അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് യഥാർത്ഥ വസ്തുത എന്താണെന്ന് സംസ്ഥാന നേതൃത്വം പരിശോധിക്കണം. അത് കൂട്ടായ്മ ചേരുന്നുള്ളത് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാ പുരോഗമന ആശയങ്ങളും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഈ പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന ഞങ്ങളുടെ സമാന രീതിയിൽ ഞങ്ങളുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ CPIM ആണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ അല്ല, ഇവിടെ മത്സരം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം ആണ്. വിമതന്മാരിന് ഞങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. ഈ നാട്ടിൽ ഞങ്ങൾ സാധാരണക്കാരനെ കണ്ടുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. വിമതന്മാർ ഞങ്ങൾക്കൊരു ഭീഷണിയല്ല. UDF-ഉം LDF-ഉമായിട്ടാണ് ഞങ്ങളിവിടെ മത്സരിക്കാൻ പോകുന്നത്. 1-2 പേര് മാറി നിൽക്കുമ്പോഴേക്കും പ്രസ്ഥാനത്തിന് ഒരു ദോഷവും വരില്ല. ഇവിടെ ഞങ്ങൾ ജനങ്ങളെയാണ് ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, അല്ലാണ്ട് വ്യക്തികളെ ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകന്മാരല്ല CPM-കാർ. 100% മൂന്നാം ഭരണം LDF ഭരിക്കുമെന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, വിമതർ ഭീഷണിയാകില്ല എന്ന് പറയുമ്പോൾ പോലും കൊഴിഞ്ഞാമ്പാറയിൽ എത്രത്തോളം വോട്ട് അവർക്ക് പിടിക്കാനാകും? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ നീക്കം? വിനീത, അതായത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം തന്നെ കഴിഞ്ഞ CPM-ന്റെ സമ്മേളനം നടക്കുന്നതിനിടയിൽ കൊഴിഞ്ഞു പോയിരുന്നു. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് എത്തിയ ആളുകൾക്ക് പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം CPM-ൽ നിന്ന് വിമത പക്ഷത്തേക്ക് നീങ്ങി മാറി പ്രവർത്തനം ആരംഭിച്ചത്. ഏതായാലും അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് എതിരായി നിന്നുകൊണ്ട് മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അവർ പറയുന്നത് തങ്ങളാണ് യഥാർത്ഥ CPM പ്രവർത്തകർ, തങ്ങളാണ് യഥാർത്ഥ മാർക്സിസ്റ്റ് പ്രവർത്തകർ, തങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഏതായാലും അതിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുന്നതിന് വേണ്ടി എന്തായാലും തങ്ങൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മത്സരിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടുകൂടി കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ മത്സരിക്കാനാണ് ഇത്തരത്തിൽ ഈ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുടെ നീക്കം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ ഒരേ ഒരു സീറ്റിന്റെ പിൻബലത്തോടു കൂടിയാണ് LDF കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഭരണം പിടിച്ചത്. ഇതിലാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4ഓളം മെമ്പർമാർ ഇപ്പോൾ വിമത പക്ഷത്ത് നിന്ന് ഇപ്പോൾ ഏതായാലും ഇത്തവണ ജനവിധി തേടാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ CPM-ന് വെല്ലുവിളിയാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ CPM-ന്റെ നേതാക്കൾ പറയുന്നത് തങ്ങൾക്ക് ഇത് യാതൊരു രീതിയിലും വെല്ലുവിളിയാവില്ല. വിമതരമായല്ല തങ്ങൾ ഇത്തവണ ഏറ്റുമുട്ടുന്നത്. കൊഴിഞ്ഞാമ്പാറയിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. തങ്ങൾക്ക് യാതൊരു രീതിയിലും ഈ വിമതന്മാരെ കൊണ്ട് ശല്യമുണ്ടാവില്ല. ഈ തങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് കൊഴിഞ്ഞാമ്പാറയിൽ തങ്ങൾ ഇത്തവണ വലിയ രീതിയിലുള്ള വിജയം കൊഴിഞ്ഞാമ്പാറയിലെ സ്ഥിതി. പക്ഷേ പാലക്കാട് നഗരസഭയിൽ എന്താണ്? മുസ്ലിം ലീഗ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരസഭയിലെ 10 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിന്റെ മത്സരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? വിനീത, അതായത് പാലക്കാട് നഗരസഭയിൽ നിലവിൽ UDF പ്രതിപക്ഷത്താണ്. ഇതിനോടകം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥി